വീണ്ടും ഇതാ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ വിശേഷങ്ങളാണോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും എഡിറ്റ് ചെയ്ത സ്ഥിതിക്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ രാവിലെ തന്നെ ചായക്ക് കാലിച്ചായയുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചായ ഉണ്ടാക്കി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അത് പയ്യെ ഇരുന്ന് ആറി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ എന്താ ഉരുളക്കിഴങ്ങ് ഇവിടെ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് പൊട്ടറ്റോ കറിയും അതുപോലെ തന്നെ നീർദോശ ഉണ്ടോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ളത്. ആദ്യം നമ്മുടെ പ്ലാനിൽ നമുക്ക് ചപ്പാത്തി ആയിരുന്നു. പക്ഷെ ചപ്പാത്തി നമുക്ക് കുഴയ്ക്കാനും പരത്താനുള്ള ടൈമില്ല, കാരണം ഇന്ന് കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നീർദോശ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ആളത് കഴിക്കില്ലെന്ന് എനിക്ക് യാതൊരു ധാരണയില്ല കേട്ടോ. കാരണം ഒരു മാച്ചിലത് കോമ്പിനേഷനാണ്, പക്ഷെ നമുക്കത് എന്തിനു രാവിലെ കഴിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ സവാള എന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവുള്ള സവാളയാണ് കേട്ടോ. ശത്രുക്കൾക്ക് പോലും ഇത്രയും എരിവുള്ള സവാള കൊടുക്കരുത് ഞാൻ അരിയുമ്പോൾ വിചാരിക്കാറുണ്ട്. കാരണം നമ്മൾ എത്ര കരയരുതെന്ന് വെച്ചാൽ നമ്മളത് കരയിപ്പിച്ചെടുക്കും. അത്ര എരിവുള്ള സവാളയാണ്. എന്തായാലും ഞാനെല്ലാം അരിഞ്ഞെടുത്ത് കുക്കറിലേക്ക് ഇടുന്നുണ്ട്. കാരണം സവാളയിലാണ് നമുക്കൊരു പരിപാടി നടക്കില്ലല്ലോ. പിന്നെ എരിവില്ലാത്ത സവാളയും ഇവിടെ കിട്ടും കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടുന്നത് ആകെ എരിവുള്ള സവാളയാണ് കേട്ടോ. അങ്ങനെ സവാള ഒക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. ഇവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ കറിവേപ്പിലൊക്കെ ലാവിഷായിട്ട് കിട്ടും കേട്ടോ. പക്ഷെ ഇത് നമുക്ക് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കൽ കുറച്ച് പണിയാണ്. കാരണം എൻ്റെ ഫ്രിഡ്ജ് ചെറുതായതുകൊണ്ട് നമുക്ക് ടിന്നിലൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം കിട്ടിയ കറിവേപ്പിലാണ്. ഇത് ഊരി കവറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് വെക്കാം. അപ്പോൾ ഇതാ കറിവേപ്പില ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഇടികല്ല്. അപ്പം ഞാൻ ഇതിലേക്ക് ഇടാണ് ഇങ്ങനെ കുത്തി കുത്തി എടുക്കുന്നത്. ചപ്പാത്തിക്കോലും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഗ്ലാസും ഇത് തന്നെയാണ് ഇവിടെ എല്ലാവരും ഇടികല്ലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കിത് ചതച്ചെടുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മറ്റു മസാലകളൊക്കെ ചേർത്ത് കുക്കറിലേക്ക് ഇട്ട് ഒരു 3-4 വിസിലടിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പൊട്ടറ്റോ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതിന് നീർദോശ കോമ്പിനേഷൻ ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവാണ്. ആദ്യത്തിലൊക്കെ നീർദോശക്ക് എനിക്ക് ഇഷ്ടം വല്ല കടലക്കറിയോ വല്ല ഇറച്ചിക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. മീൻകറി ഞാൻ പൊതുവെ ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടാറില്ല. അപ്പോൾ ഇത് ഇപ്രാവശ്യം എങ്ങനെ മാച്ച് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആദ്യത്തിലൊക്കെ എനിക്ക് നീർദോശ ഉണ്ടാക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, നമുക്ക് പല കാര്യങ്ങളും ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നും. പക്ഷെ നമ്മൾ ചെയ്യുന്തോറും നമുക്കത് സെറ്റായി വരുമല്ലോ. അങ്ങനെയാണ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ. ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതൊക്കെ ബാറ്റർ കുറച്ച് തിക്കായിട്ട് തോന്നി. ഞാൻ കുറച്ചുകൂടി വെള്ളം വെച്ചിട്ട് ഒന്നിനും ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് മുള്ള കുറച്ച് ദോശകളൊക്കെ ചുട്ടിട്ട് ഞാനൊരു ഭാഗത്ത് വെക്കുന്നുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.